അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മളോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ഒന്നാണല്ലോ പൂച്ചകൾ. വെറുമൊരു വളർത്തുമൃഗം എന്നതിലുപരി ഇസ്ലാമിക ചരിത്രത്തിൽ പൂച്ചകൾക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചകളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും അവയെ പരിചരിക്കുന്നതിനെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി പൂച്ചകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. തൻ്റെ വസ്ത്രത്തിന് മുകളിൽ ഉറങ്ങിക്കിടന്ന മുഇസ്സ എന്ന പൂച്ചയെ ശല്യപ്പെടുത്താതിരിക്കാൻ അദ്ദേഹം തൻ്റെ വസ്ത്രത്തിൻ്റെ ആ ഭാഗം മുറിച്ചു മാറ്റി എഴുന്നേറ്റ് പോയ ചരിത്രം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. മൃഗങ്ങളോട് കാണിക്കേണ്ട പരമമായ കാരുണ്യത്തിൻ്റെ ഉദാഹരണമായിരുന്നു അത്. പൂച്ചകൾ അശുദ്ധിയുള്ള ജീവികളല്ലെന്നും അവ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നവരാണെന്നുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പൂച്ച കുടിച്ച പാത്രത്തിൽ നിന്ന് വുളൂ എടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ അനുചരനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന സ്വഹാബിയെ അബൂ ഹുറൈറ എന്ന് നാം വിളിക്കുന്നത് അദ്ദേഹം പൂച്ചകളോട് കാണിച്ച സ്നേഹം കൊണ്ടാണ്. പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. തൻ്റെ കൂടെ എപ്പോഴും ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ശീലത്തെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. മൃഗങ്ങളെ സ്നേഹിക്കുന്നത് പുണ്യകരമായ കാര്യമാണെന്ന് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ എല്ലാ ജീവികളോടും കരുണ കാണിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നു. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന പ്രവാചക വചനം ഇതിനെ അടിവരയിടുന്നു. അതേസമയം മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിനെതിരെ കടുത്ത മുന്നറിയിപ്പും ഇസ്ലാം നൽകുന്നുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊന്ന ഒരു സ്ത്രീ നരകത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതിനാൽ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ അവയ്ക്ക് കൃത്യമായ ഭക്ഷണവും പരിചരണവും നൽകുക എന്നത് വിശ്വാസിയുടെ കടമയാണ്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. നന്മകൾക്ക് അനേകം മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ഈ മാസത്തിൽ വിശക്കുന്നൊരു പൂച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്നതോ അവയ്ക്ക് ദാഹജലം നൽകുന്നതോ വലിയ പുണ്യമാണ്. നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അനുഭവിക്കുന്ന വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും വില സംസാരിക്കാൻ കഴിയാത്ത ഈ ജീവികളുടെ കാര്യത്തിലും നാം ഓർക്കണം. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വിശന്നു നിൽക്കുന്നൊരു പൂച്ചയുണ്ടെങ്കിൽ അതിനെ ആട്ടിയോടിക്കാതെ സദഖയായി ഒരു വിഹിതം ഭക്ഷണം അവയ്ക്കും നൽകാം. മിണ്ടാപ്രാണികളോട് നാം കാണിക്കുന്ന ഓരോ ചെറിയ കരുണയും അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിന് നമ്മെ അർഹരാക്കും. ഈ റമളാൻ മാസത്തിലെ പുണ്യനിമിഷങ്ങളിൽ നമ്മുടെ കൺമുന്നിലെ ഈ കുഞ്ഞു ജീവനുകളെ ഒന്ന് നോക്കൂ. നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ അനുഭവിക്കുന്ന അതേ വിശപ്പും ദാഹവും ഈ മിണ്ടാപ്രാണികൾക്കുമുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഈ അതിഥികൾക്ക് ഒരു പാത്രം പാലോ ഒരു പിടി ഭക്ഷണമോ നൽകുന്നത് ഈ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹുവും കരുണ കാണിക്കും. നമ്മുടെ ഈ ചെറിയ കരുതൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. സഹജീവികളോടുള്ള ഈ കരുണ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ മാസത്തിൻ്റെ പുണ്യം നാം നേടുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് ഒരു ജീവിയും വേദനിക്കില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പൂച്ചകളെയും മറ്റു മൃഗങ്ങളെയും സ്നേഹിക്കാനും അവയെ സംരക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. അള്ളാഹു നമ്മുടെ നോമ്പും നല്ല കർമ്മങ്ങളും സ്വീകരിക്കട്ടെ.
അസ്സലാമു അലൈക്കും.